ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓണം സീരീസ് 2ലേക്ക് സ്വാഗതം. ഇന്ന് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബീട്രൂട്ട് കിച്ചടിയും വെള്ളരിക്ക പച്ചടിയുമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒരു ബീട്രൂട്ടും കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ആദ്യം വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെള്ളരിക്ക തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് അരിയാമോ അത്രത്തോളം ചെറുതായിട്ട് അരിയാം. ഇതൊരു കുക്കറിലേക്കിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേകുന്ന നേരം കൊണ്ട് നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഏകദേശം അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ കടുകും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് നമ്മുടെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കേണ്ട. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. വെള്ളരിക്ക പച്ചടി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കടുക് താളിച്ചെടുത്താൽ മതി. അത് നമുക്ക് ബീട്രൂട്ട് കിച്ചടി കൂടി ചെയ്തതിന് ശേഷം ഒന്നിച്ച് ചെയ്യാം. തൈര് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കുക്കറിലേക്കിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ വെള്ളരിക്ക പച്ചടിക്ക് അരച്ച ജാറിൽ തന്നെയാണ് ഞാൻ ഇതും അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിൽ കടുക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. പാനിലേക്ക് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ട് ആയാലും വെള്ളരിക്ക ആയാലും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ഈ കറികൾ കിട്ടുകയുള്ളൂ. ഇനി അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് കൂടി ചേർക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയുള്ള തൈര് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം പുളി മതി. ബീട്രൂട്ട് കിച്ചടിയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കറിക്കും ഒന്ന് താളിച്ചൊഴിക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനി കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിയും കിച്ചടിയും ഒക്കെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓണം സീരീസിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.